ഹായ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ഇന്ന് നമ്മൾ ക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ മേക്കിങ്ങുകളോ ഒന്നുമല്ല, ഇന്നൊരു എക്സ്പെരിമെൻറ്റുകളാണ്. അതായത് നമ്മുടെ കോൾഗേറ്റ് വെച്ചിട്ട് ചില എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതായത് നമ്മൾ ഫ്രൂട്ടിയൊക്കെ വരുന്ന പോലത്തെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. കോൾഗേറ്റ് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ പേപ്പറിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യും. ഉണ്ടല്ലോ, പൊന്തി വരുന്ന അടിപൊളിയല്ലേ? ഒന്നുകൂടി കുലുക്കിക്കോ. ഇനി നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ചാർട്ട് പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മളൊന്ന് കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഏരോ മാർക്ക് പോലെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഒന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം ഈ നടുഭാഗത്തെ ഈ ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഉള്ളോട്ട് മടക്കിയതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചെറിയ ഭാഗം നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഇതേപോലെ കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ പീസാണ്. അതായത് കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. പിന്നെ നമ്മൾ അല്ലാതെ മറ്റൊരു പേപ്പറിൻ്റെ ഒരു പീസും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു ഡവറയിൽ നമ്മൾ കുറച്ച് വെള്ളം പിടിക്കുന്നുണ്ട്. അത് നമ്മൾ കോൾഗേറ്റ് എടുക്കുന്നത് വൈറ്റ് കോൾഗേറ്റാണ്. ഇതേപോലെ നമ്മൾ കുറച്ച് തോണ്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ ഓടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഓടുന്ന കണ്ടില്ല. അപ്പോൾ നമുക്ക് അടുത്തത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു എക്സ്പെരിമെൻ്റ് ആട്ടോ.
കണ്ടില്ലേ, ഓടുന്ന കണ്ടില്ല, അതാ അടിപൊളി ബോട്ടുകൾ അവന് ഓടുക. ഇതിനാ സ്പീഡ് കൂടുതലല്ലേ, പിന്നെ സ്പീഡ് ചാർട്ട് പേപ്പറാണ് നമ്മൾ എടുത്തത്. ഇത് അത്ര പോരാ, ഇത് നമ്മൾ സ്പീഡ് പോരാ. 2 പേപ്പർ നമ്മൾ ഇതാക്കിയാണ്. അപ്പോൾ ചാർട്ട് പേപ്പറിനാണ് കൂടുതൽ സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ എക്സ്പെരിമെൻ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഈ ബോട്ടാണ് ഓടുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. ചെയ്യുന്നുണ്ട്. കോൾഗേറ്റ് മാക്സ് ഫ്രഷ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇത് നമ്മളിതാ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒരു പാക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു പാക്കിന് 25 രൂപയാണ് വില. അപ്പോൾ നമ്മളൊരു പാക്ക് ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെറിയ കുമിളകളായിട്ട് അത് പൊന്തി വരുന്നുണ്ട്. തിളച്ച് വരുന്നത് പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ രാസപ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഏത് രൂപത്തിൽ അത് വരും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, പൊങ്ങി വരുന്നുണ്ട്, പുക ഉണ്ട്. ഇത് കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളൊന്നും മുതിർന്നവരുടെ സഹായം ഇല്ലാതെ ഇത് ചെയ്യരുത്. ഇത് തൊടുകയൊന്നും ചെയ്യരുത്, കൈകൊണ്ട് തൊടുകയൊന്നും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ചൂടുണ്ടാവും. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ചൂടുണ്ടാവും, അതേപോലെ കൈയൊക്കെ പൊള്ളും. അതുകൊണ്ട് കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. അപ്പോൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് അനുകരിക്കാവൂ. അപ്പോൾ അതാ പൊന്തി വരുന്നുണ്ട്, അതാ കണ്ടില്ലേ, നന്നായിട്ട് അത് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇതേപോലെ നമുക്ക് ഇപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം പുറത്തേക്ക് ഒഴുകുമെന്ന് നോക്കാം നമുക്ക്. നമുക്കുള്ള കോൾഗേറ്റ് അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മൾ തീർക്കുകയാണ് നമ്മുടെ കോൾഗേറ്റുകളൊക്കെ. നമ്മളിതിലേക്ക് 2 നാരങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഷാമ്പു ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ സാമ്പിൾ ഷാമ്പുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്തു. നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് സോഡ നമ്മുടെ ബോട്ടിലേക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പറിൽ എടുത്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം.
നമുക്ക് നന്നായിട്ട് കുക്കി കൊടുക്കാം. സ്പീഡ് അടിപൊളിയല്ലതാ, സൂപ്പർ. പൊന്തി വരുന്നത് നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ പൊന്തി വരുന്നത് നേരത്തെ തന്നെക്കാട്ടും നമ്മൾ നാരങ്ങയും അതായത് നമ്മുടെ കോൾഗേറ്റും നാരങ്ങയും മാത്രം ആഡ് ചെയ്തതിനെക്കാട്ടിലും സ്പീഡിലാണ് ഇത് വന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് വന്നു. ഫുള്ള് പുറത്തെത്തി കഴിഞ്ഞില്ല, ഇനി അതിൻ്റെ ഉള്ളിലില്ല. ഇനി ഇത് നമ്മുടെ ലാസ്റ്റ് എക്സ്പെരിമെൻ്റാണ്. അത് നമ്മൾ കോൾഗേറ്റ് നമ്മളൊന്ന് പൊരിച്ച് നോക്കുകയാണ്. അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണിത്. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായ ശേഷം നമ്മൾ നമ്മുടെ പേസ്റ്റ് അതിലേക്ക് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ പേസ്റ്റ് ഇതാ, പേസ്റ്റ് പൊരിച്ചത് ഇതാ. ഇതൊക്കെ ഒരു ഫണ്ണി എക്സ്പെരിമെൻ്റാണ്, വേറെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വെറുതെ നോക്കിയതാണ്. ഇതൊക്കെ ആരും അനുകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയാണ് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നറിയാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ചെയ്ത് നോക്കിയാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കോൾഗേറ്റ് കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഫണ്ണി ആയിട്ട് നമ്മൾ ചെയ്തതാണ്, വലിയ കാര്യമായിട്ടൊന്നും ആരും എടുക്കരുത്. അപ്പോൾ കുട്ടികളൊക്കെ താല്പര്യാർത്ഥം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കുട്ടികൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ 2 എക്സ്പെരിമെൻറ്റ്, അതായത് നമ്മൾ ആ ഓയിൽ ചൂടാക്കിയിട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2 എക്സ്പെരിമെൻറ്റുകളും നമ്മൾ കുട്ടികളൊന്നും അനുകരിക്കരുത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ അവരത് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അത് കൈകൊണ്ടൊന്നും തൊടാനോ ഇതാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടികളൊന്നും ഇത് തീരെ അനുകരിക്കരുത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഫണ്ണി ആയിട്ട് അതേപോലെ നമ്മളെ ക്രാഫ്റ്റ് വീഡിയോകളൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ ചില എക്സ്പെരിമെൻറ്റ് വീഡിയോകളൊക്കെ മുൻപോട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും അതേപോലെ നമ്മുടെ എക്സ്പെരിമെൻറ്റും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. ഇല്ല ഉണ്ട് അത് വരുന്നുണ്ട് കേട്ടോതാ. അപ്പോൾ നമ്മുടെ കോൾഗേറ്റിൻ്റെ ബോക്സിൽ തന്നെ വെച്ചതാണ്. അത് വളഞ്ഞു വരുന്നത് വെള്ളം മുങ്ങിച്ചത്. ബോട്ട് മുങ്ങി.